ലൂക്കോസ് എഴുതിയ സുവിശേഷം 22 അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. പെസഹ എന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ അടുത്തു. അപ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ജനത്തെ ഭയപ്പെടുത്തിയാൽ അവനെ ഒടുക്കുവാൻ ഉപായം അന്വേഷിച്ചു. എന്നാൽ പന്തിയിലിരുന്നവരുടെ കൂട്ടത്തിലുള്ള ഇസ്കരിയോത്ത യൂദ സാത്താൻ കടന്നു. അവൻ ചെന്ന് മഹാപുരോഹിതന്മാരോടും പടനായകന്മാരോടും അവനെ അവർക്ക് കാണിച്ചു കൊടുക്കുവാൻ വഴിയെക്കുറിച്ച് സംസാരിച്ചു. അവർ സന്തോഷിച്ച് അവന് ദ്രവ്യം കൊടുക്കാം എന്ന് പറഞ്ഞു. അവൻ വാക്കുകൊടുത്തു. പുരുഷാരമില്ലാത്ത സമയത്ത് അവനെ കാണിച്ചു കൊടുക്കുവാൻ തക്കം അന്വേഷിച്ചു പോന്നു. പെസഹ കുഞ്ഞാടിനെ അറുത്തുകൊണ്ട് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആയപ്പോൾ അവൻ പത്രോസിന്റെയും യോഹന്നാനെയും അയച്ച്, നിങ്ങൾ പോയി നമുക്ക് പെസഹ കഴിപ്പാൻ ഒരുക്കുവീൻ എന്ന് പറഞ്ഞു. ഞങ്ങൾ എവിടെ ഒരുക്കണം എന്ന് അവർ ചോദിച്ചതിന്, നിങ്ങൾ പട്ടണത്തിലെത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ടൊരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും. അവൻ കിടക്കുന്ന വീട്ടിലേക്ക് പോകുവീൻ. വീട്ടുടമയോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെ എന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നു എന്ന് പറയുകയും. അവൻ വിചാരിച്ചൊരുക്കിയ വൻമാളിക കാണിച്ചു തരും, അവിടെ ഒരുക്കുവീൻ എന്ന് അവരോട് പറഞ്ഞു. അവർ പോയി തങ്ങൾ പറഞ്ഞതുപോലെ കണ്ട് പെസഹ ഒരുക്കി. സമയമായപ്പോൾ അവൻ അപ്പൊസ്തലന്മാരുമായി ഭക്ഷണത്തിനിരുന്നു. അവൻ അവരോട്, ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടി കഴിപ്പാൻ ആഗ്രഹിച്ചു. അത് ദൈവം സത്യത്തിൽ നിവൃത്തിയാക്കുവോളം ഞാൻ ഇനി അത് കഴിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു.